ക്രിസ്തുയേശുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് പത്തനാപുരത്ത് ഒരു പെന്തക്കോസ്ത് വിശ്വാസി അദ്ദേഹത്തിന്റെ മതിലിന്റെ ചുവരിൽ ഒരു ബൈബിൾ വാക്യം എഴുതി എന്നതിന്റെ പേരിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അത് അവിടെയുള്ള ഹൈന്ദവരെ അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നവരായ ഹൈന്ദവർക്ക് അതിലെഴുതിയിരുന്ന വാക്യം പ്രയാസമുണ്ടാക്കി എന്ന് പറഞ്ഞ് ആരോ അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സ്പ്രേ പെയിന്റ് മേടിച്ചു കൊണ്ടുവന്ന് ആ വിഗ്രഹാരാധകർ എന്ന് എഴുതിയിരുന്ന അത്രയും വായിച്ചുകൊണ്ട് അവിടുത്തെ പ്രശ്നം സോൾവ് ആക്കി. ഇത്രയും കാലം ഇത്തരത്തിലുള്ള വാക്യങ്ങളൊക്കെ കേരളക്കരയിൽ എഴുതിയാൽ പ്രയാസം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇപ്പോ അത് പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നു. അത് ക്രൈസ്തവർ, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർ ഇത് മനസ്സിലാക്കണം. പെന്തക്കോസ്തുകാർക്ക് ഭയങ്കര ആവേശമുള്ളത് ഈ വാക്യങ്ങൾ കണ്ടെടുത്തും പിടിച്ചെടുത്തും എല്ലാം വാരി എഴുതുന്നതിലാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഫാമിലി പ്രോബ്ലം തീർക്കാൻ വേണ്ടി ഒരു നാട്ടിലേക്ക് പോയി. അപ്പൊ അവിടുത്തെ ആള് പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ മകന്റേതാണ് ഫാമിലി പ്രോബ്ലം. ഈ അപ്പൻ ഈ പിള്ളേരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുകയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വീടിന്റെ ഹാളിലാണ് ആരാധന. ഞാൻ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട് നിറച്ചു വാക്കിയാണ്. ചുരുക്കി പറഞ്ഞാൽ കയറുന്ന സ്റ്റെപ്പിന്റെ കീഴിൽ വാക്കി അടിച്ചിട്ടുണ്ട്. അതിലേക്ക് കയറുന്നതുമായി ബന്ധപ്പെട്ട എഴുതിയ വാക്യമാണ്. ടോയ്ലറ്റിനകത്ത് വാക്കിയുണ്ട്. കൈ കഴുകാൻ പോകുന്ന വാഷ് ബേസിന്റെ മുമ്പിൽ വാക്കിയുണ്ട്. പിന്നെ കണ്ടെടുത്തും പിടിച്ചെടുത്തും എല്ലാം വാക്യമാണ്. എന്തിനാ ഇത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ലാത്തതുണ്ടെന്നേ പറയാൻ എനിക്ക് നിവർത്തിയുള്ളൂ. വേറെ അത് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇയാൾ നിരത്തി പിടിച്ച് വാക്യം എഴുതിയിട്ട് ഇതിൽ ഒരു വാക്യം പോലും ഇയാളുടെ അകത്തില്ലെന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ വാക്യത്തോടുള്ള സ്നേഹമല്ല, ഇതൊരു മാനസിക രോഗമാണ്. മതിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ എഴുതാറുണ്ട്. പള്ളികളിലാണ് പൊതുവിൽ എഴുതാറ്. പിന്നെ ചിലര് മതിലിൽ എഴുതാറുണ്ട്. അത് തെറ്റൊന്നും ആയിരിക്കില്ല, എനിക്കറിയില്ല. ചിലർ വാഹനങ്ങളിൽ എഴുതാറുണ്ട്. വാഹനങ്ങളിൽ അപക്വമായി വാരിപ്പിടിച്ച് നിരത്തി എഴുതിയിരിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട്. ചിലർ വാക്യ ബോർഡുകൾ എഴുതി നെഞ്ചത്തും മുതുകിലും ഒക്കെ തൂക്കി നടക്കാറുണ്ട്. ഇതുവഴി ഒന്നും യേശുവിന്റെ സുവിശേഷം അറിയിക്കാൻ നമുക്കാവില്ല. ഇതൊന്നും അല്ലതിന്റെ മാർഗം. ഇവകൾ ചിലപ്പോൾ ചെയ്യുന്നത് ശരിയായിരിക്കും, എനിക്കറിയില്ല. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മാക്സിമം വരെ രക്ഷിക്കുക എന്ന ആവേശം മൂത്തിട്ടാണ് വാക്യം എഴുതുന്നതെങ്കിൽ അതിന്റെ പരിപാടി വാക്യം എഴുതലല്ല. ആ വാക്യം ജനങ്ങളിൽ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അത് പ്രാവർത്തികമാക്കണം. ആൾക്കാരുടെ അടുത്ത് എഴുതിപ്പിടിച്ചവരുടെ കണ്ണു മുമ്പേ കൊണ്ട് കാണിക്കുന്നതിനേക്കാളും ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ ദിവസം ശ്രീ ബാബു ചെറിയാൻ IPCയുടെ ജനറൽ കൺവെൻഷനിൽ പ്രസംഗിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. 52 മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സൗകര്യം പെന്തക്കോസ്തുകാർക്കുണ്ട്. അത്രയധികം നമ്പർ അവർ വർദ്ധിച്ചിരിക്കുന്നു. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു മണ്ഡലത്തിൽ ഒരു MLA ജയിപ്പിക്കത്തക്ക എണ്ണം നമ്മൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എണ്ണം പേര് വചനപ്രകാരം ആ മണ്ഡലത്തിൽ ജീവിച്ചാൽ ആ മണ്ഡലത്തെ തന്നെ കർത്താവിലേക്ക് നേടാൻ കഴിയും. മതിലിൽ എഴുതി വെച്ചിട്ടല്ല, ജീവിക്കണം. അപ്പോൾ ഇവിടെ പെന്തക്കോസ്തുകാരന്റെ മതിലിൽ എഴുതിയിരുന്ന വാക്യം മറ്റു വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ വ്രണം വരരുത്. വ്രണം മറ്റുള്ളവർക്ക് വരത്തയ്ക്ക് വാക്കുകൾ എഴുതരുത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ, ഓരോ വാക്യവും ആർക്ക് വേണ്ടി ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മതിലിന്മേൽ എഴുതാൻ. പെന്തക്കോസ്തുകാര് മതിലിൽ വാക്യം എഴുതിയല്ല അവരുടെ വിശുദ്ധി കാണിക്കാൻ. വീടിന്റെ ഫ്രണ്ടിൽ ഈ ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കും. വീട്ടിലെ നായകൻ ആരെന്ന് ചോദിച്ചാൽ വീട്ടിലെ ആന്റിയാണ്. അവർ പറയുന്നതിന്റെ അപ്പുറം മീശ വെച്ചവൻ പോലും ചലിക്കുകയാണ്. പിന്നെന്തിനാ വീടിന്റെ വാതിക്കൽ ഇതൊക്കെ എഴുതി വെക്കുന്നത്? ക്രിസ്തുവിനെ അപമാനിക്കാൻ. അപ്പോൾ ഈ വാക്യം, ഇവർ എഴുതി വെച്ച വാക്യം വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ്. അതിൽ 9 മുതലുള്ള വാക്യം ഇങ്ങനെയാ പറഞ്ഞത്: അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികർ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും
നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. വളരെ കൃത്യമായിട്ടാണ് ആ വാക്യം കിടക്കുന്നത്. ഈ വാക്യം മതിലിൽ എഴുതിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദുർനടപ്പുകാർക്ക് ആർക്കും വ്രണമുണ്ടായില്ല. വിഗ്രഹാരാധകർക്ക് മാത്രമേ വ്രണം പറ്റുള്ളൂ. വ്യഭിചാരികൾക്കോ സ്വയഭോഗികൾക്കോ പുരുഷകാമികൾക്കോ കള്ളന്മാർക്കോ അത്യാഗ്രഹികൾക്കോ മദ്യപന്മാർക്കോ വാവിഷ്ഠാനക്കാർക്കോ പിടിച്ചുപറിക്കാർക്കോ ഒന്നും വ്രണം വന്നില്ല. ഒരു ഗ്രൂപ്പിന് മാത്രമേ വ്രണം വന്നുള്ളൂ. അതെന്താണ് വ്രണമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പോഴും വ്രണപ്പെടാനുള്ള കാരണവും അവിടുത്തെ കൗൺസിലർ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ BJP-കാരനായി വന്നപ്പോഴാണ്. അത് സ്വാഭാവികമായ വ്രണമാണ്. ഇത് UP-യിൽ ആകമാനമുള്ള വ്രണമാണ്. കേരളത്തിൽ ഇത് ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ എന്നെ ഇത് വളരെ ചിന്തിപ്പിച്ചു. ഞാൻ ഈ കേസ് എടുക്കാതെ വിട്ടിരുന്നതാണ്. വളരെ ചിന്തിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഒരു പൂജാരിയാണെന്ന് തോന്നുന്നു. ഏതായാലും മുഖത്തെല്ലാം അയാള് ചന്ദനം പൂശിയിട്ടുണ്ട്. അയാള് അനിൽക്കൊടിത്തോട്ടത്തിനെതിരെയും അനിൽകുമാർ അയ്യപ്പനെതിരെയുമാണ് സംസാരം. അപ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ പുള്ളി പറയുന്ന കേട്ടു. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അവർ രണ്ടുപേരെയും പ്രതി ചേർത്തുകൊണ്ട് പുള്ളി ഏതാണ്ടൊക്കെ പറയുകയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുള്ള വ്യാജേന പുള്ളി പരസ്യപ്പെടുത്താൻ ശ്രമിക്കുക. അതുകൂടെ കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ വായടച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. പെന്തക്കോസ്തുകാരോട് ഇതെന്താണ് സംഭവം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഗതികെട്ട് സംസാരിക്കാൻ വരുന്നതാണ്. സുഹൃത്തുക്കളെ, ഇവിടെ മേൽപ്പറഞ്ഞ പാപങ്ങൾ എല്ലാം ചെയ്യുന്നവർക്ക് ആർക്കും വ്രണപ്പെട്ടില്ല. വിഗ്രഹാരാധികളായവർക്ക് മാത്രമാണ് വ്രണപ്പെട്ടിരിക്കുന്നത്. അവർ പറയുകയാണ്, ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്നു, ഞങ്ങൾ ദൈവരാജ്യത്തിൽ പോകത്തില്ലെന്ന് എഴുതി വെച്ചു. ഇതിൽ വളരെ ശ്രദ്ധയോടെ അറിയേണ്ടുന്ന ഒരുപിടി കാര്യങ്ങളുണ്ട്. ഒന്ന്, ശശികല ടീച്ചറെ ഞാൻ അക്കാര്യത്തിൽ സമ്മതിക്കുകയാണ്. അവര് പറയാണ്, ഡേ ഞങ്ങൾ സ്വർഗത്തിൽ വരുന്നില്ലടേ, ഞങ്ങൾ നരകത്തിൽ പൊയ്ക്കോളാം. അവരെ ഞാൻ ഈ സമയം അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം ഞങ്ങൾ നരകത്തിൽ പോകാം എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വർഗരാജ്യത്തിൽ പോകയില്ല എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന ഒരു വാക്യം അവരെ പൊള്ളിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ നിങ്ങളുടെ സ്വർഗത്തിൽ വരുന്നില്ല. അത് പരമപ്രധാനമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ വിശ്വാസത്തിന് വ്രണപ്പെടുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എഴുതി വച്ചിരിക്കുന്ന കാര്യം ഇതാണ്. ഏതാ? നിങ്ങൾ വിഗ്രഹാരാധന നടത്തിയാൽ നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അപ്പൊ നിങ്ങൾ ദൈവരാജ്യത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കേരളത്തിലെ ഹൈന്ദവരോടായി ചോദിക്കുന്ന ഇതാണ്. നിങ്ങൾ ഈ പറയുന്ന ഏകസത്യ ദൈവമായ കർത്താവിന്റെ സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്നുള്ള വാസത്തിലേക്ക് നിങ്ങൾ നിത്യതയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് പ്രശ്നമേ അല്ല. ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് പ്രശ്നമാകുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്തു വേണോ വിശ്വസിക്കാം, എന്തു വേണോ ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ദൈവരാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച ശേഷം സാക്ഷാൽ ദൈവത്തോടൊത്ത് നിത്യത ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഈ വാക്യം നിങ്ങളെ പൊള്ളിക്കണം, നിങ്ങളെ വേദനിപ്പിക്കണം, നിങ്ങളെ മുറിപ്പെടുത്തണം. എന്നിട്ട് ആ പാപങ്ങൾ വിട്ടൊഴിയണം. വിഗ്രഹാരാധന മാത്രം പോരാ, ചുവടെ ചേർത്തിരിക്കുന്ന മുഴുവൻ ദുർനടപ്പുകാർ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ, എല്ലാം അത്തരത്തിലുള്ള എല്ലാ സ്വഭാവവും ഒഴിവാക്കണം. ഇനി സ്വർഗരാജ്യത്തിൽ വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വല്ലവനും വല്ലവന്റെയും മതിൽ എഴുതി വെക്കുന്നതിന് നിങ്ങൾ ബേജാറായിട്ട് കാര്യമില്ല. ഓടിച്ചത് സ്പ്രേ പെയിന്റ് കൊണ്ട്, അത് ഒരെണ്ണം മാത്രം അഴിച്ചതുകൊണ്ട് എന്താ ഗുണം ഉണ്ടാകുന്നത്? വേറെ ഒരു ഗുണവും അതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് പോലീസുകാർ കാവലിരുന്നു എന്ന് പറയുന്നു. ഇവിടുത്തെ സിസ്റ്റം എല്ലാം തിന്മയ്ക്ക് കൂട്ടായത് കൊണ്ട് അതൊക്കെ നടക്കും. ഇതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഇവിടുത്തെ സിസ്റ്റം എല്ലാം മെജോറിറ്റിയുടെ കൂടെ നിൽക്കും എന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ നടക്കും. അത് നമുക്ക് വിട്ടേക്കാം. അപ്പോൾ നമ്പർ 1, അയാൾ മതിലിൽ എന്ത് എഴുതി വെക്കുന്നു എന്നുള്ളത് അയാൾക്ക് മാത്രമുള്ള കാര്യമല്ല. നാട്ടുകാർ വായിക്കാൻ വേണ്ടി വെക്കുമ്പോൾ നാട്ടുകാരെ വേദനിക്കപ്പെടാത്തത് വേണം എഴുതി വെക്കാൻ എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. ആ ബോധം ഉണ്ടാവേണ്ടത് ആ പെന്തക്കോസുകാരനാണ്. അയാൾക്കത് ഇല്ലാതെ പോയി. പിന്നെ വല്ലവരുടെയും മതിലിരിക്കും നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. ഞങ്ങളിപ്പോൾ അവിടെ നടന്നു പോകുന്നുണ്ടല്ലോ, വാൾ പോസ്റ്റുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ ഇതെന്നെ വ്രണപ്പെടുത്തുകയാണ്, എനിക്ക് ഇക്കിളി വരുന്നു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് എന്റെ കുഴപ്പമാണ്, മതിൽ ഒട്ടിച്ചിരിക്കുന്നതിന്റെ കുഴപ്പമില്ല. റോഡിൽ എന്തുമാത്രം ആൾക്കാർ നടക്കുന്നു, അവരൊക്കെ കണ്ടിട്ട് നമ്മൾ മനപ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവര് വസ്ത്രം ധരിച്ചാൽ ശരിയായില്ല, എനിക്ക് ഇക്കിളി വരുന്നു, അത് ഇയാളെയാണ് കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യേണ്ടത്. വസ്ത്രം ധരിച്ചയാളുടെ പ്രശ്നം സെക്കൻഡറി പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം,
ഈ എഴുത്തിലുള്ള പെശക് രണ്ടാമത്തതാണ്. ഒന്ന്, വായിക്കാൻ പോകുന്നതാണ്. ഇങ്ങനെയുള്ളവൻ ദൈവരാജ്യം അവകാശമാക്കുകയല്ല. ഞങ്ങൾക്ക് ദൈവരാജ്യം വേണ്ട, പ്രശ്നം തീർന്നു, പുണ്ണു വരികയല്ല. ഇത് വ്രണം വരുന്നത് തൊലിപ്പുറത്തൊന്നുമല്ല. ഇത് ഈ വാക്യം കാണുമ്പോഴുള്ള ചൊറിയാണ്. എവിടെ വെച്ച് ഇതിനെ തടുക്കാം, ഈ വാക്യങ്ങൾ എവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പരമപ്രധാനമായ രഹസ്യം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ എനിക്ക് അതിനോട് ചേർത്ത് രസകരമായി പറയാനുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ഗൗരവമേറിയ കാര്യം പറയാം. അവസാനം വരെ വീഡിയോ കേൾക്കണേ. പണ്ട് ഒരിക്കൽ ഞാനൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ നാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട്, അവന്റെ വീടിന് മുമ്പിൽ അവൻ ഇതുപോലെ രക്ഷിക്കപ്പെട്ടുകൊണ്ട് വന്ന സമയത്ത് ഇത്തിരി ചൂട് കൂടിയിട്ട് 10 കൽപ്പന എഴുതി വീടിന്റെ ഫ്രണ്ടിൽ വെച്ചു. ഫ്ലക്സില് വെച്ചിട്ട് വീടിന്റെ ഫ്രണ്ടിൽ വെച്ചു. വൈകുന്നേരം ആയപ്പോ നാട്ടുകാരെല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവരെല്ലാം ചുറ്റുപാടുള്ള ഒരു കാത്തലിക്സ് ആണ്. അപ്പൊ അവർക്ക് പിടിക്കാതെ പോയത് വിഗ്രഹാരാധന ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പോലീസ് വണ്ടി വന്നു. അവസാനം ഈ ഫ്ലെക്സുകൾ അഴിച്ച് പോലീസ് വണ്ടിയുടെ പുറത്ത് വെച്ച് കെട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴേ ഞാൻ ഇവനെ വിളിച്ചപ്പോ ഇവൻ എന്നോട് പറയാണ്, സാറേ, ഞാൻ ഇന്നിന്ന വാക്യങ്ങൾ എഴുതി വീടിന്റെ പുറത്ത് പ്രദർശിപ്പിച്ചിരുന്നു, നാട്ടുകാരിളകി, ഇപ്പോഴിതാ പോലീസ് ജീപ്പിൽ സാധനം എടുത്തു വെച്ച് കെട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നോട് അവിടെ ചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ MLA ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകണമെന്ന് നാട്ടുകാർ പറഞ്ഞു കൊടുത്തു. അവൻ ആരെയും വിളിച്ചൊന്നുമില്ല, ഒറ്റയ്ക്ക് ബൈബിളും കയ്യിലെടുത്തുകൊണ്ട് പുള്ളി പോയി. പുള്ളി അന്ന് തീവ്രവാദിയാണ്, ഇന്ന് തീവ്രവാദം കുറഞ്ഞൊന്നും അറിയില്ല. അപ്പൊ ഞാൻ അന്ന് ധരിക്കുന്ന പോലെ മുണ്ടും ജുബയൊക്കെയാണ് പുള്ളിയും ധരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പുള്ളി മുണ്ടും ജുബയൊക്കെ ഇട്ട് ഈ ബൈബിളും കയ്യിലെടുത്തുകൊണ്ട് പുള്ളി നേരെ സ്റ്റേഷനിൽ ചെന്നപ്പോ അവിടുത്തെ ഹിന്ദു ഐക്യവേദിക്കാരും പിന്നെ ഈ പറഞ്ഞ കാത്തലിക്സും എല്ലാവരും കൂടെ ചേർന്ന് 2 ഗ്രൂപ്പ് ഇവരങ്ങ് ഒന്നായി. ഇവര് മുഴുവൻ അവിടെ സ്റ്റേഷൻ വളഞ്ഞു കിടക്കുകയാണ്. അപ്പോഴവൻ അവിടെ ചെന്നപ്പോ അവരിങ്ങനെ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ആരും ഇല്ലാതെ ഇവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെല്ലുകയാണ്. ഉടനെ അവൻ അകത്ത് കയറ്റി സമൂഹത്തിൽ വലിയ പ്രശ്നമായി. എന്ന് പറഞ്ഞാൽ ജനം ഇളകി, പ്രശ്നമാക്കിയവര് അവരകത്ത് കയറ്റി ഇവനെ നടുക്കിരുത്തിയിട്ട് ചുറ്റും സർക്കിള്, SI, മറ്റു ആൾക്കാരൊക്കെ കൂടെ ചേർന്നിരുന്ന ഇവനെ ചർച്ച ചെയ്തു. അപ്പൊ അവരുടെ ഓരോ ചോദ്യത്തിനും അവൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ചതും ചിരിപ്പിച്ചതും 2 കാര്യമാണ് അവൻ പറഞ്ഞത്. ഒന്ന്, ഞാൻ എഴുതി വെച്ചിരുന്ന ഫ്ലെക്സ് എന്റെ വീടിന്റെ മുറ്റത്താ വെച്ചിരുന്നത്. ആ സാധനം അവർ ജീപ്പിൽ എടുത്തു വെച്ച് കെട്ടി ഇപ്പോ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ഗുണം, 1, പോലീസ് പ്രൊട്ടക്ഷനിലാണ് സാധനം ഇരിക്കുന്നത്. 2, ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് വായിക്കാം. ഞാൻ വീട്ടിന്റെ അവിടെ വെച്ചിരുന്നാൽ ഇവർക്ക് വായിക്കാൻ പറ്റുകയില്ല. അയാൾ പറഞ്ഞതാണ്. 2, എന്നെ അകത്ത് കയറ്റിയിരുത്തി മുഴുവൻ പോലീസ് ഓഫീസേഴ്സും നിറഞ്ഞിരിക്കുകയാണ്. സമൂഹത്തിലെ ചേട്ടന്മാരെന്ന് പറയുന്ന ഇവരും നിറഞ്ഞിരിക്കുകയാണ്. ഇവരുടെ നടുവിൽ ഇരുന്ന് എനിക്ക് വചനം കൃത്യമായി പറയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഈ എഴുതി വച്ചിരിക്കുന്നത് മുഴുവൻ വചനത്തിലുള്ളതാണെന്നും റെഫറൻസ് അടക്കം എടുത്ത് തുറന്ന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നും അയാൾ പറഞ്ഞു. ഇതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, വീടിന്റെ മുറ്റത്ത് ഈ സാധനം ഇരുന്നെങ്കിൽ കുറച്ചുപേരെ കാണത്തുള്ളൂ, ചിലപ്പോൾ ആരും തിരിഞ്ഞു നോക്കുകയില്ല. പക്ഷെ ഇപ്പൊ സംഭവിച്ചത്, സ്റ്റേഷനിൽ വരുന്ന എല്ലാവർക്കും ഇത് വായിക്കാൻ പാകത്തിന് ഇത് ഫ്രണ്ടിൽ വെച്ചു. പോലീസുകാരോട് കൃത്യമായി സുവിശേഷം പറയാൻ ദൈവം അവൻ അവസരം നൽകി. അതുപോലെയാണ് ഈ പത്തനാപുരം വിഷയം. ചുമരിൽ എഴുതി വച്ചിരുന്നത്, അതിലേ പോയ 1-2 പേരുടെ വ്രണം അത്യാവശ്യം ബാൻഡേജ് ഒട്ടിച്ചെങ്കിൽ തീരുമായിരുന്നു, അല്ലെങ്കിൽ ചെറിയ പെരുവലം കിട്ടും, അതിനെങ്ങനെ പിഴിഞ്ഞ് അതിന്റെ ചാറൊഴിച്ചെങ്കിലും ആ വ്രണം മാറിയാനെ. ഇപ്പൊ പറ്റിയത് ലോകത്തുള്ള സകല മനുഷ്യരും സകല മലയാളിയും ഈ വാക്യങ്ങൾ കേട്ടോ, വിഗ്രഹാരാധികൾ ദൈവരാജ്യത്തിൽ പോവുകയില്ല എന്ന് പൗലോസ് നാളുകൾക്ക് മുമ്പ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതി കൊടുത്ത എഴുത്ത് എല്ലാവരും കേട്ടു. ഇനി അത് സംഭവിച്ചാൽ കേരളത്തിലെ ആരാധികൾ നരകത്തിൽ പോയാൽ ഇവിടുത്തെ പെന്തക്കോസുകാർക്ക് പ്രശ്നമില്ല. കാരണം പൗലോസ് ഞങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം ഞങ്ങൾ നാട്ടുകാരെല്ലാവരെയും അറിയിച്ചിരിക്കുന്നു. ഞങ്ങളല്ല അറിയിച്ചിരിക്കുന്നത്, മുറിവേറ്റവർ തന്നെ അറിയിച്ചിരിക്കുന്നു. ആ മുറിവ് കൊണ്ട് ഗുണമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. സ്പ്രേ പെയിന്റ് അടിച്ച് മായ്ക്കാൻ നോക്കിയത് സ്പ്രേ പെയിന്റ് ഇല്ലാതെ ലോകം കണ്ടു. സുഹൃത്തുക്കളെ, ഇത് കർത്താവിന്റെ ഒരു പ്രോജക്റ്റായി ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ബൈബിളിലെ വാക്യങ്ങൾ കണ്ട് നിങ്ങൾ ആവേശപ്പെടേണ്ട കാര്യം നാട്ടുകാർക്കില്ല. നാട്ടുകാരോട് പറയാനാണെങ്കിൽ ഇതിനേക്കാൾ ഗംഭീരമായ വാക്യമുണ്ട്. ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നതാണ് ഈ വാക്യം. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നത്, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം, എന്നാൽ ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ പേടിയുള്ളവർ, ഈ വാക്യം കണ്ടപ്പോഴേ മുട്ടടിച്ചവന്മാർ, അതിന് കാവൽ നിന്ന എല്ലാവരും ഭീരുക്കൾ
രണ്ട്, അവിശ്വാസികൾ, കർത്താവിൽ വിശ്വാസമില്ലാത്തവർ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ അല്ലെങ്കിൽ വിഗ്രഹാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക അത്രേ അത് രണ്ടാമത്തെ മരണം. പറഞ്ഞ മനസ്സിലായി കാണും. ഇത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാണ്. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൂടി അതേ അധ്യായത്തിന്റെ മുൻപിലുള്ള വാക്യങ്ങളിൽ പറയുന്നു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ഇങ്ങനൊരു ദിവസം വരും സുഹൃത്തെ, ഇത് താമസിയാതെ വരാൻ പോവുകയാണ്. അക്കാര്യം നാട്ടുകാരോട് വിളിച്ചു പറയാൻ വ്രണപ്പെട്ടാലും വ്രണപ്പെട്ടില്ലെങ്കിലും ദിസ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഈ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം നാട്ടുകാരോട് പറയുക. ഈ ഭൂമി നശിക്കാൻ പോകുന്നു, ഈ ആകാശം നശിക്കാൻ പോകുന്നു, സമുദ്രം ഇല്ലാണ്ടാകാൻ പോകുന്നു. പുത്തനരിശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, മനുഷ്യരോടുകൂടെ കർത്താവ് താമസിക്കാൻ പോകുന്നു, സാക്ഷാൽ ദൈവം താമസിക്കാൻ പോകുന്നു. അവൻ അവരോട് കൂടെ വസിക്കും. ആരാ? ദൈവം. അവൻ അവന്റെ ജനമായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ജനം ദൈവത്തിന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അരുളി ചെയ്തു. കണ്ടോ? സത്യമായ വചനം പറയുക. ഈ ആകാശവും ഇന്ന് കാണുന്ന ഭൂമിയും മാറിപ്പോകും, സമുദ്രവും ഇനിയില്ല, പുതിയൊരു ഭൂമി വരാൻ പോകും. ഇക്കാര്യം യാഥാർത്ഥ്യമായിരിക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ കാര്യം നാട്ടുകാരോട് പറയേണ്ടത് എവിടെ വ്രണപ്പെട്ടാലും ദിസ് ഈസ് അവർ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. വി ആർ ഡൂയിങ് ദാറ്റ്. ഞങ്ങൾക്കത് ചെയ്തേ മതിയാവും. അടുത്ത് പറയുകയാണ്, പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു, ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവനിത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ, കണ്ടോ വാക്യം ഇത്രയും പറഞ്ഞിട്ട് പറയാം, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ അല്ലെങ്കിൽ വിഗ്രഹാരാധികർ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക അത്രേ. ഇത് തിരുവചനത്തിൽ പറഞ്ഞതാണ്. ഇനി അത് അവസാനിക്കാൻ ഒരുങ്ങുമ്പോൾ കർത്താവ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10-ാം വാക്യം മുതൽ ഇങ്ങനെയാണ് പറയുന്നത്. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ഇത് പ്രവചനമാണ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും. ഇത് നാട്ടുകാരോട് പറയുക ഞങ്ങളുടെ ഉത്തരവാദിത്വമായി പോയി, ഞങ്ങളുടെ ദാഹമായി പോയി, അതുകൊണ്ട് എഴുതി വെച്ചും പറഞ്ഞും പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. പുസ്തകം പറയുകയാണ്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. കണ്ടോ? അഴുക്കുള്ളവൻ, ഞങ്ങൾക്ക് ഈ സ്വർഗം വേണ്ട, നിങ്ങൾ പൊക്കോളൂ. വിഗ്രഹാരാധകരെ മാത്രം മാച്ചു തരണം, നിങ്ങൾ മായിച്ചോളൂ. നാളെ ഒരു സ്വയം ഭോഗം ചെയ്യുന്നവൻ വന്നിട്ട് പറയാണ് അത് മാച്ചു തരണം, നിങ്ങൾ മായിച്ചോളൂ. മറ്റൊരു വ്യഭിചാരി വന്നിട്ട് പറയാണ് അത് മാച്ചു തരണം, നിങ്ങൾ മായിച്ചോളൂ. സകലതും മായ്ച്ചാലും ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഈ വാക്യങ്ങൾക്ക് മാറ്റം വരില്ല. നിങ്ങൾ ന്യായവിധിയിൽ നരകത്തിൽ പോകേണ്ടി വരും. ഇപ്പോഴുണ്ടാകുന്ന വേദനയേക്കാൾ ഗൗരവമേറിയാണത് എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. അടുത്ത് പറയാ, ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വേഗം വരാൻ പോവുകയാണ്. ഇതൊരു കേവലം സെമിറ്റിക് റിലീജിയൻ അല്ല. ഇതിന്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കയ്യിലിരിക്കുന്ന കിതാബുകൾ തുറന്നു നോക്കി വായിച്ച് അവകളുടെ ആധികാരികത ഉറപ്പുവരുത്തണം. വിശുദ്ധ വേദപുസ്തകം വെറും ഒരു സെമിറ്റിക് ലാംഗ്വേജ് വെറും ഒരു സെമിറ്റിക് റിലീജിയൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാവില്ല. ഈ റിലീജിയന്റെ സ്വാധീനം വിശുദ്ധ വേദപുസ്തകത്തിന്റെ സ്വാധീനമാണ്. ആ പുസ്തകം ഇന്നും ജീവിക്കുന്നു, അതിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുന്നു. അല്ലാതെ ഇത് തത്വശാസ്ത്രപരമായി കുറച്ച് തലയ്ക്കകത്ത് പിരിവിരിപ്പുണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമല്ല. ഈ ഗ്രന്ഥം ഇന്നും ജീവിക്കുന്ന ഗ്രന്ഥമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. That's why we are reluctantly proclaim that gospel. അടുത്ത് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. മായ്ച്ചവനും മായ്ക്കാൻ കൂട്ടുനിന്നവനും എഴുതിയവനും എല്ലാം പ്രതിഫലം കൊടുക്കാൻ തക്ക പ്രതിഫലവുമായി കർത്താവ് വരാൻ പോവുകയാണ്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകും എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് സർവം. എന്റെ അപ്പുറത്തേക്ക് തീരുമാനമെടുക്കാൻ ശേഷിയുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഇല്ല. അക്കാര്യമാണ് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത് പറയുക, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ.
പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ മക്കളായി ജീവിച്ച് സ്വർഗരാജ്യത്തിലെത്തുന്നതിനും ഭാഗ്യവാന്മാർ. അടുത്തു പറയുകയാണ്, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും വിഗ്രഹാരാധികളും ഹോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും നരകത്തിൽ തന്നെ. കേരളത്തിലുള്ളവർ നരകത്തിൽ പോകാതിരിക്കാൻ ആവേശം മൂത്തും മതിലേൽ എഴുതി വെച്ച പെന്തക്കോസ്തുകാരനെ ഒരു ഭാഗം കൊണ്ട് നമ്മൾ അഭിനന്ദിക്കുമ്പോഴും മറുഭാഗം ഒരിക്കലെങ്കിലും ബൈബിൾ തീർത്തു വായിച്ചിട്ട് വേണം മതിലിൽ വാക്യം എഴുതാൻ നടക്കാൻ എന്ന് തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? വാക്യങ്ങൾ നിങ്ങൾ എവിടെയാണ് വിതറേണ്ടത്? എന്താണ് വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ചുള്ള കേവല പരിജ്ഞാനം ഇല്ലാതെ കയ്യിൽ കിട്ടിയ വാക്യങ്ങൾ വാരി മതിലിൽ എഴുതി നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കാൻ മുതിരരുത് എന്നാണ് പെന്തക്കോസ്തുകാരോടായി എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം ഒരിക്കലെങ്കിലും നിങ്ങൾ ബൈബിൾ പൂർണ്ണമായി വായിച്ചിരിക്കണം. ബൈബിളിൽ പറയുന്ന ഒരു ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യം, 5, 6, 7 വാക്യങ്ങൾ ഗിരിപ്രഭാഷണമാണ്. ഗിരിപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാണ്, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. കണ്ടോ? ഏതെവിടെ വിളമ്പണമെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അത് കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുണ്ടാവും. ഏതെവിടെ വിളമ്പണമെന്ന കൃത്യമായ അറിവുണ്ടാകണമെങ്കിൽ കിതാബ് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നതിന്റെ ശ്രേഷ്ഠത, അതെവിടെ വിതരണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യത ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ വല്ലപ്പോഴും പള്ളിയിൽ പോകുന്ന ബന്ധുക്കോസുകാരന് ബൈബിളിലെ ഏതെങ്കിലും മുക്കും മൂലയും മാത്രം അറിഞ്ഞു വെച്ച് ഇതെല്ലാം കൂടെ ചുമരയിൽ എഴുതി പിടിപ്പിച്ച് കേമനാവാം വിശുദ്ധനാവാം എന്നൊക്കെ കരുതിയാൽ ദാറ്റ് ഈസ് അട്ടർ ഫൂളിഷ്നെസ്. അതവിടെ പറയുന്നത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നായ്ക്ക് കൊടുക്കേണ്ടത് ആ ക്വാളിറ്റി ഉള്ളത് മതി സുഹൃത്തെ. നിങ്ങളുടെ മുത്തുകളെ, പേൾസ്, അതിനെ, രത്നങ്ങളെ പന്നിയുടെ മുമ്പിൽ ഇടരുത്. ഇട്ടാൽ എന്താ പറ്റുക? ഒന്ന്, അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും. വാക്യം കണ്ടോ? ക്രിസ്തു പറഞ്ഞതാ, നിങ്ങൾ ഈ സാധനം കൊണ്ട് ഇട്ടുകൊടുത്താൽ, വിലപിടിപ്പുള്ളത് കൊണ്ട് ഇട്ടുകൊടുത്താൽ അവർ കാലുകൊണ്ട് ചവിട്ടും. ഒരു രത്നത്തിന് കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ട് സുഹൃത്തെ. പന്നിയുടെ മുമ്പിൽ കൊണ്ട് ഇട്ടുകൊടുത്താൽ അത് ചവിട്ടി മറിക്കും. പന്നിക്ക് നിങ്ങൾ അമേദ്യമടക്കമുള്ള വേസ്റ്റ് ഇട്ട് കൊടുത്താൽ അത് സന്തോഷത്തോടെ നക്കിയെടുക്കും. പക്ഷെ നിങ്ങൾ രത്നം ഇട്ട് കൊടുത്താൽ അത് മണപ്പിച്ച് നോക്കിയിട്ട് അതിന്റെ മൂക്കുകൊണ്ടും കിണ്ടിക്കളയും, അതിന്റെ കാലുകൊണ്ടും ചവിട്ടിക്കളയും. കൊണ്ടിട്ടവനെ അടുത്ത് പറയുക, അത് തിരിഞ്ഞ് നിങ്ങളെ ചീന്തുകയും ചെയ്യുവാനിട വരരുത്. മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നായ്ക്ക് കൊടുക്കേണ്ടത് കടിച്ചു തീർത്ത എല്ലും കഷ്ണമാണ്. അവൻ സന്തോഷത്തോടെ എടുത്തോണ്ടു. നിങ്ങൾ അതിന്റെ മുമ്പിലേക്ക് ഛർദ്ദിച്ചു കൊടുത്താൽ അത് സന്തോഷത്തോടെ എടുത്തോണ്ടു. പന്നിയുടെ മുമ്പിൽ അമേദ്യം കൊടുത്താൽ അത് സന്തോഷത്തോടെ കൊണ്ടുപോകും. ഞാൻ വടക്കേന്ത്യയിൽ പലയിടത്തും കണ്ടിട്ടുണ്ട്. രണ്ട് സൈഡിലുള്ള ആൾക്കാർ നട റോഡിലാണ് അവര് അപ്പിയിടുന്നത്. പുറകെ വന്ന് പന്നികൾ എന്ത് സന്തോഷത്തോടെ അത് കഴിച്ചുകൊണ്ട് പോകുന്നറിയാവോ? നക്കി തുടച്ച് വൃത്തിയാക്കി പോകും. അതിന്റെ മുമ്പിലേക്ക് നിങ്ങൾ ഒരു ബോക്സ് നിറച്ച് രത്നം കൊണ്ടുവന്ന് ഇട്ടു നോക്കിയേ. സൂര്യകാന്തം, വൈഡൂര്യം, മരതകം, മാണിക്യം, ഇതൊക്കെ കൊണ്ടുവന്ന് ഇട്ടു നോക്കിയേ. അത് നിങ്ങളെ കടിക്കും. നിങ്ങൾ ഇത് കൊണ്ട് ഇട്ടു കൊടുത്തത് കൊണ്ട് നിങ്ങൾ അതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് വെച്ച് അത് നിങ്ങളെ ചീന്തികളയും. അതുപോലെയാണ് കൊടുക്കേണ്ടതിന് കൊടുക്കേണ്ടത് കൊടുക്കാനുള്ള പരിജ്ഞാനം തിരുവഴുത്ത് നമുക്ക് നൽകുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ തിരുവഴുത്ത് വായിക്കുന്നില്ല, പരിശുദ്ധാത്മ പറയുന്ന കേൾക്കുന്നില്ല. വലിയ മതിലുകൾ ഉണ്ടാക്കി വെച്ചിട്ട് കേമനാണെന്ന് കാണിക്കാൻ കൈ കിട്ടിയ വാക്യങ്ങൾ എഴുതി വെച്ച് ജനത്തെ ഉപദ്രവിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വചനം പറയുന്നു, ഓരോന്നിന് അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. സിംഹത്തിന് കൊടുക്കേണ്ടത് പുലിക്ക് കൊടുക്കരുത്, പുലിക്ക് കൊടുക്കേണ്ടത് പട്ടിക്ക് കൊടുക്കരുത്, പട്ടിക്ക് കൊടുക്കേണ്ടത് ചെന്നായിക്ക് കൊടുക്കരുത്. ഓരോന്നിന്റെ ആഹാരം വെറൈറ്റിയാണ്. അതുകൊണ്ട് വിളമ്പുമെന്ന് നോക്കി വിളമ്പുക. ഒന്നുകൂടി വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും വരുത്. അവ കാൽ കൊണ്ടവയെ ചവിട്ടും, തിരിഞ്ഞ് നിങ്ങളെ ചീന്തുകയും ചെയ്യുവാൻ ഇടവരരുത്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കൃത്യമായി തിരിച്ചറിയുക. അതുകൊണ്ട് ആർക്കെങ്കിലും ഇവരെഴുതി വെച്ച ഈ വാക്യം കാരണം വിഗ്രഹാരാധകർക്കോ സ്വയഭോഗികൾക്കോ പുരുഷകാമികർക്കോ വ്യഭിചാരികൾക്കോ ആർക്കെങ്കിലും അത് പ്രയാസമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെന്തക്കോസ്തുകാർക്ക് വേണ്ടി സദയം ക്ഷമ ചോദിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.